أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഭൂമിയിൽ ഇബാദത്ത് ചെയ്യാനും അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമാണ് മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ആ ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആരാധനകൾ വളരെ ശ്രേഷ്ഠമായ പവിത്രമായ കർമ്മങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുകയും അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി കരഗതമാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തിന് നിർബന്ധമാക്കിയ ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശിഷ്ടമായ ആരാധന ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾക്കെല്ലാവർക്കും ഒരേ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. അത് നമസ്കാരമാണ്. നമസ്കാരം എന്ന് പറയുന്ന ഒരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാ ഇബാദത്തുകളെയും ജിബ്രീൽ അലൈഹിസ്സലാം വഴി ഭൂമിയിലേക്ക് അല്ലാഹു കൊടുത്തുവിട്ട് പ്രവാചകനും പ്രവാചക ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയപ്പോൾ ഒരേ ഒരു ആരാധനയെ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടുക്കൽ വെച്ച് പ്രവാചകനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി അവിടെ വെച്ച് മുനാജാത്ത് നടത്തി ആ മുനാജാത്തിൻ്റെ സമ്മാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ആരാധനയുണ്ടെങ്കിൽ അത് നമസ്കാരമാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശങ്ങളും കടന്ന് അള്ളാഹുവുമായി മുനാജാത്ത് നടത്തി എന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിക്കുന്ന ആ സംഭവത്തിൽ തിരിച്ചു പോരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവിടെ വെച്ച് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമാണ് നമസ്കാരം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നാളെ യൗമുൽ ഖിയാമത്തിൽ മഹ്ശറയിൽ ഒരു മനുഷ്യനോട് ആദ്യമായി ചോദിക്കപ്പെടുന്ന ആരാധനയും അവ്വലുമായി യുഹാസബു യൗമുൽ ഖിയാമ, അന്ത്യദിനത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ആരാധന നമസ്കാരമായിരിക്കും എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആദ്യമായി വിചാരണ ചെയ്യുന്നത് നമസ്കാരമായിരിക്കും എന്ന് പറഞ്ഞാൽ മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് നമസ്കാരം. ഇനി കുറെ ഓപ്ഷൻ ബാക്കിയുണ്ട് എന്ന അർത്ഥത്തിലല്ല. പ്രഥമ ചോദ്യത്തിൽ തന്നെ ഉത്തരം മുട്ടിയെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പും അവശേഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അവ്വലുമായി യുഹാസബു യൗമുൽ ഖിയാമ അസ്സലാ, നമസ്കാരമായിരിക്കും ആദ്യമായി വിചാരണ ചെയ്യുക. ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ന്യൂനത സംഭവിച്ച, വീഴ്ച വരുത്തിയ, കുറ്റകരമായ അനാസ്ഥ കാണിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് ചോദ്യോത്തരങ്ങളുടെ ആവശ്യമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഷഹാദത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയ രണ്ടാമത്തെ കാര്യമാണ് അസ്സലാത്ത്, നമസ്കാരം എന്ന് പറയുന്നത്. 5 നേരത്തെ നമസ്കാരം എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ഇന്ന് ളുഹറിന്റെ സമയത്താണ് കടന്നു വന്നതെങ്കിൽ അയാൾക്ക് അറിയാവുന്ന തരത്തിൽ ആ ളുഹർ നമസ്കാരം പോലും അയാൾക്ക് നിർബന്ധമാണ്.
ളുഹറിന്റെ സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ളുഹർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സുബൈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും നമസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷമായിരിക്കുമല്ലോ അത്. ആ നമസ്കാരം അയാൾക്ക് നിർബന്ധമാണ്. അപ്പോൾ ചോദ്യം വന്നു, എങ്ങനെയാണ് അയാൾ നമസ്കരിക്കേണ്ടത്? അയാൾക്ക് നമസ്കാരത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, അയാളൊന്നും പഠിച്ചിട്ടില്ല, ഇപ്പൊ ഇതാ ഇസ്ലാമിലേക്ക് കയറി വന്നതാണ്. അയാൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ഒരു നമസ്കാരം അയാൾക്ക് നിർബന്ധമാണ്. നമസ്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആരാധനകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഇളവുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോമ്പെടുത്ത് നോക്ക്, നോമ്പ് നോൽക്കേണ്ടതില്ലാത്ത ആളുകളുണ്ട്, സകാത്ത് കൊടുക്കേണ്ടതില്ലാത്ത ആളുകളുണ്ട്, ഹജ്ജിന് പോകേണ്ടതില്ലാത്ത ആളുകളുണ്ട്. പക്ഷേ നമസ്കാരമോ എവിടെയെങ്കിലും പറഞ്ഞോ നമസ്കരിക്കേണ്ടതില്ലാത്തൊരു വിഭാഗമുണ്ട് എന്ന്? പറയുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് നമസ്കരിക്കണം, ഇരുന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടന്ന് നമസ്കരിക്കണം. നിങ്ങൾക്കൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടേ കിടക്കാൻ പറ്റുമെങ്കിൽ അവിടെ നമസ്കരിക്കണം. നിങ്ങളുടെ ശരീരത്തിന് ചലിപ്പിക്കാൻ കഴിയുന്നില്ല, മനസ്സിന് മാത്രമേ, കണ്ണ് മാത്രമേ ചലിക്കുന്നുള്ളൂ, എങ്കിലും നമസ്കാരം നിങ്ങൾ മനസ്സിൽ നിർവഹിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന അന്ത്യനിമിഷത്തിൽ പോലും തന്നിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു ആരാധന ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമസ്കാരാണ്. അതുകൊണ്ടാണ് റസൂല് പഠിപ്പിച്ചത് അസ്സലാത്തു ഇമാദുദ്ദീൻ, ദീനിന്റെ അടിത്തൂണാണ് നമസ്കാരം. അല്ലദീ ലാ യഖൂമു ഇല്ലാ ബിഹി, ആ നമസ്കാരമില്ലാതെ ദീന് നിലനിൽക്കൂല. ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയ ആരാധനയും ദുനിയാവിൽ നിന്ന് ഏറ്റവും അവസാനം ഉയർത്തപ്പെടുന്ന ആരാധനയും നമസ്കാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തന്റെ വിടവാങ്ങുന്ന സന്ദർഭത്തിൽ പോലും മലക്കുൽ മൗത്ത് അസ്രായീൽ വന്ന് അള്ളാഹിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ പോലും അവസാനമായി പ്രവാചകൻ പറഞ്ഞ വസിയത്തുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വസിയത്താണ് അസ്സലാത്തു വസ്സലാത്ത് വമാ മലകത ഐമാനുക്കും. നമസ്കാരം, നമസ്കാരം, നിങ്ങൾക്ക് കീഴിലുള്ള ആളുകളുടെ വിഷയവും ഞാൻ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല, പാപങ്ങൾ പൊറുക്കാൻ ഇത്രയേറെ കഴിവുള്ള ഒരു ആരാധനയും ലോകത്ത് വേറെയില്ല. അസ്സലാത്തു യംഹുല്ലാഹു ബിൽ ഖതായ, നമസ്കാരം കൊണ്ട് അള്ളാഹു മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടിരിക്കും. ഇനി അതിലൊക്കെ പുറമെ ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമായി റസൂല് പഠിപ്പിച്ചത് ബൈനർ റജുലി വബൈന ശിർക്കി വൽ കുഫർ, ഒരു മനുഷ്യന്റെയും മറ്റൊരു മനുഷ്യന്റെ കുഫറിന്റെയും ഷിർക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം തർക്കുസ്സലാ, നമസ്കാരം ഒഴിവാക്കലാണ്. ആ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കാരം ഒഴിവാക്കിയ മനുഷ്യൻ ഇസ്ലാമിന്റെ കള്ളിക്കകത്ത് പെടൂല. ഷിർക്കിന്റെയോ കുഫറിന്റെയോ കള്ളിക്കകത്താണ് അയാളുടെ സ്ഥാനം എന്നാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നുവന്ന് ശത്രുപക്ഷത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഫഇൻ താബു അഖാമുസ്സലാത്ത വആതു സകാത്ത്, അയാൾ പക്ഷാതപിച്ച് മടങ്ങുകയും നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്താൽ ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, പിന്നെ ദീനിൽ അയാൾ നിങ്ങളുടെ സഹോദരനാണ്. ആ ദീനീപരമായ എല്ലാ ബാധ്യതകളും അയാൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കണം. യുദ്ധക്കളത്തിൽ പോലും ഖന്തഖ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിലും ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല. നമുക്കറിയാം, ത്വായിഫിൽ നിന്ന് എറിഞ്ഞോടിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ. കാൽപാദങ്ങൾ ചോര പൊട്ടി ഒലിച്ച് പ്രവാചകൻ തിരിച്ചു പോരുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹിന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, റസൂലെ, ഈ ത്വായിഫിന്റെ ചുറ്റുഭാഗത്തും നാലു ഭാഗത്തുമുള്ള മലകളെ അതിനെ ഈ സമൂഹത്തിന്റെ മേൽ പതിപ്പിക്കാൻ അള്ളാഹു എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്, താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഞാൻ ആരെയും ശിക്ഷിക്കാൻ വന്നവനല്ല, രക്ഷിക്കാൻ വന്നവനാണ്. മിനൽ ജഹന്നമി ഇലൽ ജന്ന, ജഹന്നമിൽ നിന്ന് ജന്നത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നവനാണ് ഞാൻ. അതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച അതേ റസൂല് ഖന്തഖ് യുദ്ധത്തിൽ അസർ നമസ്കാരം നിർവഹിക്കാൻ കഴിയാതിരിക്കുകയും അത് ഖളാ ആകുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹിന്റെ റസൂല് പ്രാർത്ഥിച്ചു, പടച്ചവനെ, അവരുടെ ഖബറുകളെ, അവരുടെ വീടുകളെയും നീ അഗ്നി കൊണ്ട് നിറക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. യുദ്ധക്കളത്തിൽ പോലും
അത്രയും പ്രാധാന്യമുള്ള ഒരു ആരാധന. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതാകട്ടെ ധാരാളക്കണക്കിന് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആരാധനയുടെ പ്രാധാന്യം നമ്മളെ പഠിപ്പിച്ചു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചവരാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ആരാണ് ആ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി പ്രകടിപ്പിക്കുന്നവരാണ്. മറ്റൊരിക്കൽ പറഞ്ഞു അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാത്ത, നമസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഖുർആൻ എല്ലാ സ്ഥലങ്ങളിലും നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രയോഗിച്ച ഒരു പദം വളരെ പ്രധാനമാണ്. വയുഖീമൂന സ്വലാത്ത, നിസ്കരിക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്, നമസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുന്നവരാണ്, നമസ്കാരം നിലനിർത്തുന്നവരാണ്. എന്താണ് ഇഖാമത്ത്? അറബി ഭാഷയിൽ അഖാമ യുഖീമു, ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനത്തെ എങ്ങനെയാണോ നിലനിർത്തേണ്ടത് അതിന്റെ എല്ലാ നിബന്ധനകളോടും കൂടി, അതിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി നിലനിർത്തുന്നവർക്കാണ്, ആ നിലനിർത്തുന്നതിനാണ് ഇഖാമത്ത് എന്ന് പറയാം. അപ്പൊ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കേണ്ട രീതിയിൽ അള്ളാഹിന്റെ അടുക്കലേക്ക് എത്തുന്ന രീതിയിൽ നിർവഹിക്കണം. അത് പറയാനാണ് ഞാൻ ഈ പറയുന്നതൊക്കെ, പിന്നീട് ഞാൻ പറയും. അത്രയും പ്രാധാന്യമുള്ള ഒരു ആരാധന. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, മറ്റൊരിക്കൽ അള്ളാഹു പറഞ്ഞു വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുക. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ ലിൽ ഖാശിഈൻ, അള്ളാഹിനെ പേടിക്കുന്ന ആളുകൾക്ക് അല്ലാത്തവർക്കൊക്കെ ഈ നമസ്കാരം വലിയ ഭാരമാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നമസ്കാരത്തിന്റെ ഫضലുകളാണ്. എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും നമസ്കരിക്കുന്നവരാണ്. നമസ്കരിക്കാത്ത ആളുകളെ കുറിച്ച് ഇപ്പൊ ഈ ചർച്ചയില്ല, കാരണം അവരെ ഇസ്ലാം തന്നെ ചർച്ച ചെയ്തിട്ടില്ല. നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ കുറിച്ച് മാത്രമാണ് ഇസ്ലാം ചർച്ച ചെയ്യുന്നത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, തെർക്കുസ്വല, നമസ്കാരം ഒഴിവാക്കുന്ന ആളുകളെ കുറിച്ച് ഇസ്ലാം തന്നെ കള്ളി മാറ്റി വരച്ചതാണ്. ആളെ കുറിച്ച് ചർച്ചയില്ല. അവലുമായി യുഹാസബു യൗമുൽ ഖിയാമ, അന്ത്യദിനത്തിൽ ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിൽ ഫെയിലായ ആളുകളെ പിന്നീട് മുന്നോട്ട് പോകുന്നതിൽ എവിടെയും വിജയിക്കുന്നില്ല. ഇനി ഇങ്ങനെയുള്ള നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടാത്ത ഒരു വിഭാഗം നമസ്കാരങ്ങളുണ്ട്. നമ്മൾ വലിയ കാര്യത്തിൽ നമസ്കരിച്ചിട്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഒരു അവസ്ഥ എന്താ? എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നു, എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിട്ട് നിർവഹിക്കുന്നു. ചാടി പിടിച്ച് പള്ളിയിലെത്തിയോ വീട്ടിലെത്തിയോ നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നു. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ നമസ്കാരം ഞാൻ നിർവഹിച്ചത് ഇത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തും എന്ന് ഉറപ്പുണ്ടോ നമ്മളെ നമസ്കാരങ്ങൾക്ക്? ഞാൻ മനസ്സിലാക്കുന്നത് ഭൂരിഭാഗം നമസ്കാരങ്ങൾക്ക് അവർക്ക് തന്നെ ഉറപ്പില്ല. അതിങ്ങനെ ഒന്നുകിൽ ഒരു മനസ്സിന് സമാധാനം കിട്ടാൻ, അല്ലെങ്കിൽ അല്ലദീനഹും യുറാഊൻ, ഖുർആൻ പറഞ്ഞതുപോലെ ആളുകളെ കാണിക്കാൻ, കുട്ടികളാണെങ്കിൽ ഉസ്താദുമാരെ കാണിക്കാൻ, അല്ലെങ്കിൽ മാതാപിതാക്കളെ കാണിക്കാൻ, അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുന്ന ആളാണ് എന്ന് അറിയേണ്ടതുണ്ട്. ആ രീതിയിൽ അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ, അതല്ലെങ്കിൽ ഇതൊരു വഴിപാട് രീതിയിൽ ഇങ്ങനെ നിർവഹിച്ചു പോരുന്ന ഒരു ആരാധന, അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പ്രശ്നമാണ് എന്ന രീതിയിലുള്ള നമസ്കാരമാണോ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, സ്വീകരിക്കപ്പെടാത്ത കുറെ നമസ്കാരങ്ങളുണ്ട്. മാത്രമല്ല ശിക്ഷാർഹമായ നമസ്കാരമുണ്ട്. സൂറത്തുൽ മാഊനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചല്ലോ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആയത്ത് സൂറത്ത്. ചെറിയ സൂറയാണ്, എല്ലാവർക്കും അറിയാം. അതിൽ പറയുന്ന ഒരു വിഭാഗമുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം. നമസ്കരിക്കുന്നവർക്കാണ് നാശം. നമ്മൾ കേട്ടത് എന്താ? നമസ്കരിക്കാത്തവർക്കാണ് നാശം എന്നല്ലേ? നിസ്കരിക്കാത്ത ആൾക്കാണ് ശിക്ഷ, നിസ്കരിക്കാത്ത ആൾക്കാണ് കുറ്റം, ജഹന്നം അയാൾക്കാണ്, ഒയിൽ അയാൾക്കാണ്. ഇതിനെ ഒയിൽ എന്നതിന് പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ ഒയിൽ എന്ന നരകത്തിന്റെ ചെരുവെന്നാ പറയാം. നാശം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയും ഒരു മീനിങ് അതിനുണ്ട് എന്നാണ്. വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം. എന്താണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ്. നമ്മളെ നമസ്കാരങ്ങളിൽ പകുതി മുക്കാലും നമസ്കാരങ്ങൾ ഇതാണ്. കൈ കെട്ടിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോവാണ്. നമ്മൾ ബാക്കി സമയങ്ങളിൽ മുഴുവൻ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഒരുപാട് ചിന്തകള്, ഒരുപാട് ആലോചനകൾ. ഓർമ്മയില്ലാത്തത് മുഴുവൻ ഓർമ്മ വരും ആ നേരത്ത്. ചെയ്യാത്ത സംഗതികളൊക്കെ ആ നേരത്ത് ഓർമ്മ വരും. പല സന്ദർഭത്തിലും ഏത് സൂറയാണ് ഓതിയത് എന്നോ ഞാൻ എത്രാമത്തെ റക്അത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നോ ബോധമില്ലാത്ത രീതിയിൽ യാന്ത്രികമായി നമസ്കരിക്കുന്നവരെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത് വൈലുൽ ലിൽ മുസല്ലീൻ.
അത്തരത്തിലുള്ള നമസ്കാരം അത് അള്ളാഹിനെ കളിയാക്കാണ്. കാരണം അള്ളാഹിന്റെ മുമ്പിലാണ്, മുനാജാത്ത് റബ്ബുൽ ആലമീനാണല്ലോ ഇത്. നമ്മൾ എവിടെ വന്നിട്ടാ നിൽക്കുന്നത്? നമ്മൾ പള്ളിയുടെ ഒരു ചെരുവിൽ ആരും കാണാതെ മൂലക്കാണ് നിൽക്കുന്നത് എന്നുള്ളത് ശരിയാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുസല്ലയിലാണ്. ആ മുസല്ലയിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും നമ്മൾ നിൽക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ണിന് കുളിർമയുണ്ടായിരുന്നത് നമസ്കാരത്തിലാണ്. ഖുർറത്തു ഐനുൽ ലീ ഫിസ്സലാ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഹൃദയത്തിൽ വന്നിരുന്നത് നമസ്കാരത്തിലാണ്. നമ്മുടെ നമസ്കാരം എങ്ങനെ? നിസ്കരിച്ചിട്ട് നിസ്കരിച്ച് തീർക്കലാണ്. അപ്പൊ ഭക്ഷണമൊക്കെ റെഡിയായാൽ നമ്മൾ പറയും പെട്ടെന്ന് നിസ്കരിക്കാം, എന്നാ ആക്കത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഭക്ഷണം എന്ന് പറയുന്നത് ആക്കത്തിലിരുന്ന് സാവകാശം കഴിക്കേണ്ടതും നിസ്കാരം എന്ന് പറയുന്നത് പെട്ടെന്ന് നിർവഹിച്ചു പോരേണ്ടതുമായ ഒരു സംഗതി എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുള്ളത്. അവല്ലദീനഹും, പിന്നെ പറയുന്നത് അല്ലദീനഹും യുറാഊൻ, ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ. അത് നമസ്കാരമാകട്ടെ മറ്റേത് ആരാധനയാകട്ടെ, അത് ജനങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. വയംനഊനൽ മാഊൻ, ഈ നമസ്കാരം കൊണ്ട് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു ഫലം ഉണ്ടായിരുന്നു. അതെന്താ? നമസ്കാരം വെറുതെ ഇങ്ങനെ ഒരു വഴിപാടല്ല, മറ്റു മതങ്ങളിൽ കാണുന്നത് പോലുള്ള ഒരു വഴിപാടല്ല നമസ്കാരം. നമസ്കാരത്തിന് അതിൻ്റെതായ ഗുണമുണ്ട്. അങ്ങനെ ഗുണമുണ്ടായിട്ടാണ് ഖുർആൻ അതിനെ പഠിപ്പിച്ചത്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിന്റെ ജനതയുടെ ചോദ്യം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഷുഐബ് നബിയെ, നിങ്ങളുടെ നമസ്കാരമാണോ ഈ തെറ്റുകൾ ചെയ്യരുത് എന്ന് ഞങ്ങളോട് പ്രഖ്യാപിക്കുന്നത്? മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, നിങ്ങളെ മ്ലേച്ഛവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഫലമുള്ളതാണ് നമസ്കാരം. അപ്പൊ ആ രീതിയിലുള്ള നമസ്കാരം നിർവഹിക്കുന്നത് മൂലം ഉണ്ടാകേണ്ട ഒരു പണിയായിരുന്നു ആളുകൾക്ക് ഉപകാരം ചെയ്യുക. വയംനഊനൽ മാഊന, ചെറിയ ചെറിയ ഉപകാരങ്ങളെ തടയുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് ആ തടയുന്ന രീതി വന്നത്? അവന്റെ നമസ്കാരം ഫലപ്രദമല്ല, അവൻ അശ്രദ്ധമായി നമസ്കരിച്ചു, ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നതുകൊണ്ട് അവന്റെ നമസ്കാരം സ്വീകാര്യമല്ലെന്ന് മാത്രമല്ല, ആ നമസ്കാരത്തിന് പ്രതിഫലത്തിന് പകരം അള്ളാഹു നൽകുന്നത് ശിക്ഷയാണ്. ആ നമസ്കാരം അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമസ്കാരത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കാനുണ്ട്. നമ്മളിങ്ങനെ ഒളു എടുക്കുന്നു, ഈ ഒളു പൂർത്തിയായിട്ടില്ലെങ്കിൽ ഈ നമസ്കാരം പൂർത്തിയാകുന്നില്ല, സ്വീകരിക്കപ്പെടുന്നില്ല. നമ്മിൽ എത്ര ആളുകൾ കൃത്യമായി അവയവങ്ങളൊക്കെ പൂർണ്ണമായി തടവിക്കൊണ്ട് ഒളു എടുക്കുന്നവരാണ്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, കാല് ഇപ്പൊ പൈപ്പുള്ളത് കൊണ്ട് കാലാണ് തുറന്ന് അടിക്കാണ്ട് വെച്ചു കൊടുക്കുക, കൈ വെച്ചു കൊടുക്കുക എന്നതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ആയത്ത് തന്നെ അതിനുണ്ട്. നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി തയ്യാറായാൽ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖം കഴുകണം, വഅയ്ദിയക്കും, നിങ്ങളെ രണ്ട് കൈകളും കഴുകണം, ഇലൽ മറാഫിഖ്, മുട്ടുവരെ എന്ന് പറഞ്ഞിട്ട് തല തടവണം, കാല് കഴുകണം എന്നൊക്കെ പഠിപ്പിക്കുന്ന വലിയ ഒരു ആയത്ത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, വുളുവിന്റെ ഷർത്തുകള്, ഫർളുകള്. ഇത് രണ്ടും പഠിപ്പിച്ചത് എന്തിനാ? ആ ഷർത്തും ഫർളും പൂർത്തിയാക്കിയ വുളു അല്ല നമ്മൾ എടുക്കുന്നെങ്കിൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. മാത്രമല്ല, ആ നമസ്കരിക്കുന്ന ശരീരം വൃത്തിയാവണം. നമ്മളൊക്കെ പാന്റ് ധരിക്കുന്നവരാണ്. പലപ്പോഴും ബാത്റൂമിൽ പോയാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ടാണ് വരുന്നതെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ ബാത്റൂമിൽ നിന്ന് പോകുന്നതിന്റെ ശേഷമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. അതൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംഗതിയാണ്. വളരെ നിസ്സാരമായിട്ട് കാണുന്നതാണ്. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മൂത്രമൊഴിച്ചൊക്കെ കഴുകുന്നത് വൃത്തിയായിട്ടില്ലെങ്കിൽ ആ വൃത്തിയില്ലായ്മയിലാണ് നമ്മൾ ഒന്നു കൊടുക്കുന്നത്. ആ ഒന്നു വെച്ചിട്ടാണ് നമസ്കരിക്കുന്നത്. ആ നമസ്കാരമാണ് നാളെ അള്ളാഹുവിന് മുമ്പിൽ എത്തേണ്ടത്. അപ്പൊ അത് അവിടെ നിന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ, അവിടെ തന്നെ വൃത്തിയില്ലെങ്കിൽ ഒന്നു ശരിയല്ല, ഒന്നു ശരിയല്ലെങ്കിൽ നമസ്കാരം ശരിയല്ല. അപ്പൊ നമസ്കാരത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ നമ്മൾ ശരിപ്പെടുത്താനുണ്ട്. ആ ശരിപ്പെടുത്തുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ വസ്ത്രം നജസില്ലാത്തതാണ്, ഞാൻ നിൽക്കുന്ന സ്ഥലം നജസില്ലാത്തതാണ്, ഞാൻ ഒതു പൂർണ്ണമായി ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ എന്റെ അവയവങ്ങളൊക്കെ പൂർണ്ണമായി ഞാൻ കഴുകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത അഹദിക്കും ഇദാ അഹദസ ഹത്താ യതവല്ല. നിങ്ങളിൽ ആർക്കെങ്കിലും വുദു മുറിഞ്ഞാൽ ആ പൂർണ്ണമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അത് കൈകാലുകൾ നീട്ടിക്കഴുകുന്ന ആളുകൾ നാളെ അള്ളാഹുവിന്റെ മഹ്ശറയിൽ വരുമ്പോ അവരെ കൈകാലുകൾ പ്രകാശിക്കും. ഉർറം മുഅജ്ജലീൻ, വുദുവിന്റെ ആസാരിൽ വുദുവിന്റെ അവയവങ്ങൾ നീട്ടിക്കഴുകിയത് കാരണം അവരുടെ കൈകാലുകൾ പ്രകാശിക്കും നാളെ പരലോകത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി അങ്ങനെ നീട്ടിക്കഴുകുന്നില്ലെങ്കിലും
ആ അവയവങ്ങളെങ്കിലും പൂർണ്ണമായി മുട്ടുൾപ്പെടെയുള്ള കാലിന്റെ ഞെരിയാണി ഉൾപ്പെടെ തല തടവല്, ചെവി, അതുപോലെ തന്നെ നിർബന്ധമായ കർമ്മങ്ങൾ അത് നിർബന്ധമായും പൂർത്തിയായ രീതിയിൽ ചെയ്ത് വൃത്തിയോടുകൂടി നമസ്കാരത്തിന് വരണം. നമസ്കാരത്തിന്റെ മുമ്പിൽ നിന്നാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മുനാജാത്തു റബ്ബുൽ ആലമീനുമായി നടത്തുന്ന ഒരു അഭിമുഖ സംഭാഷണത്തിന് നമ്മളെക്കാൾ നമ്മുടെ സൃഷ്ടാവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഒരൊറ്റ ഓട്ടം വന്ന് കൈകെട്ടലല്ല നമസ്കാരം. അത് നിന്ന് നിയ്യത്ത് ചെയ്ത് ആ ഖുശൂഓടുകൂടി, ഖുദൂഓടുകൂടി, ഭയഭക്തിയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് ഒരു കരച്ചില്, ഒരു ഏങ്ങല് പിന്നിൽ നിൽക്കുന്ന സ്വഹാബത്ത് കേൾക്കുമായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം നമസ്കാരം നിർവഹിക്കുമ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയാൽ അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിയാത്തവണ്ണം കരച്ചിലടക്കാൻ പറ്റുമായിരുന്നില്ല. നമ്മളോ എപ്പോഴെങ്കിലും നമസ്കാരത്തിൽ വല്ലതും കരയാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ സുജൂദില് പടച്ച തമ്പുരാന്റെ മുമ്പിൽ സുജൂദ് എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ അത്രയേറെ അടുപ്പിക്കുന്ന ഒരു അമലും വേറല്ല. നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ എന്റെ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് സുബ്ഹാന റബ്ബിൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറഞ്ഞ് ഞാൻ എന്റെ നെറ്റിയും കൈകളും കാലും മുഴുവൻ എന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ പഞ്ചപുച്ഛ മടക്കി ഞാനങ്ങ് വിനയാന്യതനാകുന്ന കർമ്മമാണ് സുജൂദ്. അതൊന്ന് അടക്കത്തോടും ഒതുക്കത്തോടും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചിലരുടെ നമസ്കാരം എന്നൊക്കെ പറയുന്നത് ഒരു കാട്ടിക്കൂട്ടലാണ്. 2 മിനിറ്റ് കൊണ്ട് നമസ്കാരം കഴിയും. അതില് പലപ്പോഴും സുജൂദിലെ തസ്ബീഹ് ചെല്ലുന്നത് ഈത്തിദാലിലെ ചെല്ലുന്നത് അടുത്ത സുജൂദിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പോരാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കൂല. 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിൽ അഅ്ലാ എന്ന് ചൊല്ലണം. അത് കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കേണ്ടത്. നമ്മൾ 3ാമത് പകുതിയാകുമ്പോഴേക്ക് പോരും. എന്നിട്ട് ബാക്കി പൊഴിയുന്ന ആ രീതിയിലുള്ള നമസ്കാരങ്ങൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തൂല. അതിന് ശിക്ഷയാണ് എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി. 3ാമത്തത് മുനാഫിക്കുകളുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. മുനാഫിക്കുകളുടെ നമസ്കാരം ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്ത് നിസായില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ. തീർച്ചയായും മുനാഫിക്കുകൾ എന്ന് പറയുന്ന അള്ളാഹുവിനെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. പക്ഷെ അള്ള പറയുന്നതാണ് വഹുവ ഖാദിഉം, അവരെ തന്നെ ചതിക്കാൻ, അള്ളാഹിനെ ചതിക്കാനൊന്നും അവർക്ക് കഴിയില്ല. എന്നിട്ട് അവര് പ്രത്യേകത പറഞ്ഞത് ഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. അവര് നമസ്കാരത്തിലേക്ക് നിന്നാൽ മടിയന്മാരായിട്ട് നിൽക്കും. അപ്പൊ തുടങ്ങും ചൊറിച്ചില്, അപ്പൊ തുടങ്ങും തലമാന്തല്, അപ്പൊ തുടങ്ങും അങ്ങോട്ട് തിരിയല് ഇങ്ങോട്ട് മാന്തല്. ഈ രീതിയിൽ ഖാമു കുസാല, മടിയന്മാരായിക്കൊണ്ട് നമസ്കരിക്കും. യുറാഊനന്നാസ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അവര് ഞങ്ങൾ ഇസ്ലാമിന്റെ പക്ഷത്തുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ പള്ളിയിലൊക്കെ വരുന്നവരാണ്, ഞങ്ങൾ ഇതൊക്കെ നിർവഹിക്കുന്നവരാണ് എന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. അള്ള പറയാണ് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. അവർ അള്ളാഹിനെ വളരെ കുറച്ചല്ലാതെ സ്മരിക്കുന്നില്ല. കാരണം അവരെ നമസ്കാരമാണല്ലോ ഏറ്റവും വലിയ ദിക്റ്. ആ ദിക്റിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നില്ല. അവരിങ്ങനെ മറ്റൊരിക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, അവരെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ചില ആംഗ്യങ്ങളും വിക്ഷേപങ്ങളും മാത്രമാണ്. അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും. അതിനിടയിൽ ഖുശൂ ഇല്ല, ഖുദൂ ഇല്ല, അടക്കവുമില്ല, ഒതുക്കവുമില്ല. നമസ്കാരത്തിന്റെ നിർബന്ധങ്ങളിൽപ്പെട്ടതാണ് അടക്കവും ഒതുക്കവും എന്ന് പറയുന്നു. അത്തരത്തിലുള്ള മുനാഫിക്കുകളുടെ നമസ്കാരം, ആ നമസ്കാരത്തെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ആ മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. നരകത്തിലാണെന്നല്ല പറഞ്ഞത്, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമസ്കാരം ഭംഗിയായി നിർവഹിക്കാത്ത ഒരു മനുഷ്യനും പരലോകത്ത് രക്ഷപ്പെടില്ല. അല്ല, യാതൊരു സംശയവും വേണ്ട. നമസ്കാരം നിർവഹിക്കാത്ത ആളുകൾ, അവരെ കുറിച്ച് നമ്മൾ ഈ സദസ്സിൽ ചർച്ച ചെയ്യുന്നില്ല. ഇനി നമസ്കരിക്കുന്ന ആളുകൾ തന്നെ അതിന്റെ പൂർണ്ണതയോടുകൂടി, ഖുശൂഓടും ഭയഭക്തിയോടും തഖ്വയോടും കൂടി അള്ളാന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ നൃത്തത്തിന് സമാനമായ ഒരു നൃത്തമാണ് മെഹറാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മുമ്പിൽ നിർത്തിയത്. ആ നൃത്തത്തിന് പകരമായി മുഴുവൻ അടിയാറുകൾക്കും അടിമകൾക്കും അള്ളാഹുവിന്റെ ഇബാദുർ റഹ്മാന് റബ്ബിന്റെ മുമ്പിൽ നിൽക്കാൻ കിട്ടുന്ന ഒരു അവസരം 5 നേരം അള്ളാഹ് നൽകിയിട്ടുണ്ട്. റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, കൈകെട്ടിയിട്ട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ മറ്റാരാധനകൾ, എന്റെ ജീവിതം, എന്റെ മരണം റബ്ബേ നിന്റെ മുമ്പിൽ ഇതാ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ആരാധനയാണ് നമസ്കാരം. അതിന്റെ ഗൗരവത്തിൽ ചെയ്യുക. നമസ്കാരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. ഇനി നമസ്കരിക്കുമ്പോൾ തന്നെ
ആ ഖുശൂഉം ഖുദൂഉം അടക്കവും ഒതുക്കവും റബ്ബിനോടുള്ള വിനയവും പ്രാർത്ഥനയും ദിക്റുമായി നമ്മുടെ നമസ്കാരം നിറഞ്ഞു നിന്നാൽ ആ നമസ്കാരമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചം. ആ നമസ്കാരമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. അത് മാത്രം മതി ജീവിതത്തിൽ നമുക്കെല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ പള്ളിയിൽ വന്ന് 2 റക്അത്ത് വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ചാൽ പ്രവാചകന്റെ പ്രയാസങ്ങൾ തീരുമായിരുന്നു എന്ന് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിലുള്ള നമസ്കാരം നമ്മിലും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ തഖ്വാബോധത്തോടു കൂടി ആ ആരാധന നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന യാ റബ്ബൽ ആലമീൻ.